മലയാളികൾക്ക് ഇന്ന് തലയ്ക്ക് സ്വൈര്യമില്ല. പഴയ കാരണവർ പറയണ ഈ വീഡിയോകൾ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ഇന്നലെ നടന്ന വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം കുറേ നാളായാലും അത് തുടങ്ങിയിട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. തലയ്ക്ക് സ്വൈര്യമില്ല. ഞങ്ങളാണിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം ലഹള. ഈ പാവപ്പെട്ട ജനങ്ങളെന്ത് ചെയ്യും? ഇവിടെ ജനങ്ങൾക്ക് സാമ്പത്തികമായ ജോലിയില്ലായ്മയും ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് അതിനിടയ്ക്ക് MDMAയുടെയും കൊലപാതകങ്ങളെ കേസൊക്കെ ഇട്ട് നരകിച്ച് ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവന്മാരെ ഈ കാര്യങ്ങളൊന്നും അലക്കേട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഞങ്ങളുടെ ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം കരാറിനെ കുറിച്ച് ഏത് അന്വേഷണവും നേരിടാമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് VD സതീശൻ ഭിന്നസ്വരം പ്രകടിപ്പിച്ചത്. CAG റിപ്പോർട്ടിനെ കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സതീശൻ KPCC അധ്യക്ഷന് കത്ത് നൽകി. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന സൂചനയും സതീശന്റെ കത്തിലുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പം പല സ്ഥലങ്ങളിലും ഓന്തുകൾ മരിച്ചു വീഴുകയാണ്. റോഡ് സൈഡിൽ 1-2 ഓന്തുകളൊക്കെ മരത്തിൽ തലയിങ്ങനെ അടിച്ചടിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിൽക്കുകയാണ്. ഒരു കാര്യം പറയുന്നു, നാളെ അത് യാതൊരു ഇതുമില്ലാതെ മാറ്റി പറയുന്നു. അങ്ങനെ പലതരത്തിൽ പറഞ്ഞ് നമ്മളെ കഴിഞ്ഞ് കുറെ നാളുകളായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജ്യസഭയിൽ പരസ്പരം കടിച്ചു കയറിയ ആൾക്കാർ കണ്ടില്ലേ, കെട്ടിപ്പിടിച്ച് പോകണ്ടില്ലേ? ഇതൊക്കെ ജനങ്ങൾ കണ്ട് പഠിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ രാഷ്ട്രീയവും മതവും പറഞ്ഞ് ജനങ്ങൾ തല്ലി ചാവാതെ ഇവരൊക്കെ കണ്ടു പഠിക്കും. അവരാ കാര്യത്തിന് വേണ്ടി മാത്രം ഇതൊക്കെ കണ്ടില്ലേ. നമ്മുടെ BJPയുടെ നേതാവ് എന്നൊക്കെ കണ്ടില്ലേ, രാജീവ് ചന്ദ്രശേഖരൻ കെട്ടിപ്പിടിച്ച് പോകണ്ടില്ല. അങ്ങനെ കണ്ട് പഠിക്കണം നമ്മൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് പരസ്പരം തല്ലിടാതെ കാര്യങ്ങൾ പറയണം. ഇപ്പോൾ അവർ രാജ്യസഭയിൽ കാര്യങ്ങളൊക്കെ എതിർത്ത് പറഞ്ഞു, പക്ഷേ അവർ തല്ലിട്ടില്ല, കെട്ടിപ്പിടിച്ചു. അങ്ങനെ വേണം. ഇത് ജനം കണ്ടു പഠിക്കണം. ഇത് കണ്ടില്ലേ, ഈ പദ്ധതി കൊണ്ടുവരാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടില്ലേ, അദ്ദേഹം ഇന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലും ഇവിടെ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എല്ലാം ശരിക്കും മനസ്സിലാക്കേണ്ടത് പല കുത്തിത്തിരിപ്പുണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളും നടന്നു പോയി കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞു. ഇനി ഒരു അദാനീനെ പറ്റി എല്ലാവരും പരാമർശിക്കുകയാണ്. ഈ അദാനി വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ചെയ്യുമോ? ഈ അദാനി വേണമല്ലോ ഇവിടെ നടത്താൻ. കാര്യം ഇവിടെ ഈ അദാനിയുടെ 2 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 80 ലക്ഷം കോടി രൂപയും ബാങ്കിൽ നിന്ന് കടമായിരിക്കും. അതായത് 40% ബാങ്കിൽ നിന്ന് ആയിരിക്കും. ഈ നമ്മുടെ പൈസ തന്നെയാണത്. ആ പൈസ എടുത്ത് അയാൾക്ക് കഴിവുള്ളതുകൊണ്ട് ഈ സ്വാധീനങ്ങളൊക്കെ നടത്തി മറ്റേ പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാണ്. അപ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്, അയാൾ ചെയ്യുന്നു. അതിന് പകരം നിൽക്കാൻ ഒരാൾ വേണ്ടേ? ഇല്ല. അപ്പോൾ അയാളെ കൊണ്ടത് പറ്റുള്ളൂ. അതായത് കഴിവുള്ള ആൾ, അയാളും നമ്മുടെ കാശിട്ട് കളിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വേണമെങ്കിൽ ഒത്തൊരുമിച്ച് നിന്ന്. ഇനിയിപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള ഗവൺമെൻറ്റുകൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ നടത്താൻ കഴിഞ്ഞില്ല, പല എതിർപ്പുകളും ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞതിൽ നല്ല ചാരിതാർത്ഥ്യമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഇതിനെ അംഗീകരിച്ച് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം. മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും, ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, അതുപോലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഇതിൽ പൈസ മുടക്കാൻ വന്ന അദാനിക്കും, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനമന്ത്രിക്കും, നേരത്തെ ഇതിനകത്ത് ഇത് വരണമെന്ന് പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. വി സച്ചിദാനന്ദൻ ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ആളാണ്. K നായനാർ മുൻകൈ എടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ വളരെ ശക്തമായിട്ട് ഈ ഉമ്മൻചാണ്ടി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഈ പരസ്പരം തല്ലിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ വെറുപ്പോടുകൂടി കാണുകയാണ്. ഇപ്പോൾ BJPയുടെ ഒരു അധ്യക്ഷൻ, കേരളത്തിലെ അധ്യക്ഷൻ ചെയ്യുന്നത് അത് ഒരു കോമാളിത്തരമായിപ്പോയി. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് വേണം. പ്രത്യേകിച്ച് ഈ രാജ്യം നയിക്കുന്ന നേതാക്കൾക്ക് വേണം. അവർ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം. അല്ലാതെ ഇതുപോലുള്ള ഈ കോമാളിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ തൂക്കിയെറിയും നാളെ. അത് മനസ്സിലാക്കുക.